ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? രാവിലെ തന്നെ ഞാൻ ഒരു കാഴ്ച കാണിക്കാം. ഞങ്ങളിവിടെ ഹാളിലാണ് എല്ലാവരും കൂടി കിടന്നത്. ഇവിടെ ഭയങ്കരമായ ചൂടാണ്. ഞാൻ രാവിലെ തന്നെ ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അത് തേയിലയൊക്കെ ഇട്ട് അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുക്കുന്നത് ബസ്മതി റൈസാണ്. ഇതിവിടെ പൊടിഞ്ഞ റൈസ് കിട്ടും, അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഞാനിന്ന് വിചാരിച്ച് ആലു പൊറോട്ട ഉണ്ടാക്കാവുന്ന. അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് നമ്മുടെ ആട്ട എടുത്ത് കുഴച്ച് ഉപ്പ് ചേർത്തിട്ട് നോർമലായിട്ടുള്ള വാട്ടറിലാണ് ഞാൻ കുഴച്ചെടുത്തത്. കണ്ടോ, നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. കൈ ഊത്തുമ്പോൾ തന്നെ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. കിഴങ്ങ് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 3-4 കിഴങ്ങായിരുന്നു എടുത്തത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. ചെറുതായി തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിഴങ്ങ് അങ്ങനെ വെന്തിട്ടുമുണ്ട്. ഇനി ഈ കിഴങ്ങിൻ്റെ തൊലിയെല്ലാം നമുക്ക് കളഞ്ഞെടുക്കാം. ഇവിടെ ഇപ്പം വെക്കേഷനാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇതുപോലുള്ള ആഹാരങ്ങളാണ് അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടം. ഇപ്പം വെളുപ്പിനെ എനിക്ക് 5 മണിക്കൊക്കെ അവർക്ക് 6 മണിയാകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകണം. അപ്പോഴത്തേക്കൊന്നും ഇതൊന്നും ഉണ്ടാക്കാൻ എനിക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഒന്നെങ്കിൽ സാൻഡ്വിച്ച് അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി അങ്ങനെയൊക്കെയാണ് ഞാൻ കൊടുത്ത് വിടാറുള്ളത്. അങ്ങനത്തെ കുറച്ച് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും അത് വറ്റൽമുളകും ഒരു ജീരകവും ഒക്കെ ഇട്ടും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ സവാളയിലേക്ക് ഉപ്പും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് നമ്മൾ നല്ല പോലെ അങ്ങോട്ട് ഉടച്ചെടുക്കണം കേട്ടോ. ഈ ഒരു ആലു പൊറോട്ട ഇവിടുത്തെ പഞ്ചാബി രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ ആലു, അതായത് കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കിഴങ്ങ് ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് ഉടയ്ക്കാൻ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ചൂട് തോന്നി. അപ്പം ഞാൻ നേരത്തെ ആ ഇടിക്കാനെടുത്ത സംഭവം വെച്ച് ഒന്ന് ഇടിച്ചിടിച്ച്, അതായത് നമ്മൾ ഉടച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ആലു പൊറോട്ട ഞാൻ പലപ്പോഴായിട്ട് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ദീദിയെടുത്ത് ചോദിച്ചിട്ട് ഞാൻ പഠിച്ചെടുത്തപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അതും പെർഫെക്റ്റായിട്ട് ഇവിടെ കടയിൽ നിന്ന് മേടിക്കുന്ന ആലു പൊറോട്ട എനിക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആ ഒരു മസാല കൂട്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു മസാലയിലേക്ക് നമുക്ക് നമ്മുടെ കസൂരി മേത്തി ഉണ്ടല്ലോ, കസൂരി മേത്തി, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടുത്തെ ഏതൊരു ആഹാരത്തിനും കസൂരി മേത്തി കാണും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പഞ്ചാബി സ്റ്റൈൽ ആഹാരമൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെക്കാട്ടിലും ഇഷ്ടം എൻ്റെ മക്കൾക്കാണ്, 2 പേർക്കും. ഇപ്പം ഞാൻ കുറച്ച് നാൾ കൊണ്ട് ഡയറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉപ്പടങ്ങിയ ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് ശരീരത്തിലൊക്കെ നീരടിഞ്ഞു കൂടിയപ്പം ഡോക്ടറിൻ്റെ ആ ഒരു ഇതിനനുസരിച്ച് എനിക്കുള്ള ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ്സിനാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കൂടുതലായിട്ട് വേണമെങ്കിൽ കിഴങ്ങൊക്കെ കൂടുതലായിട്ട് എടുത്താൽ മതിയാകും കേട്ടോ. ഞാനിവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആലു പൊറോട്ട ആയാലും പനീറിൻ്റെ പൊറോട്ട ആണെങ്കിലും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പൊറോട്ട എന്നല്ലേ പറഞ്ഞത്, പൊറോട്ട എന്നാണ് ഇവിടുത്തെ പഞ്ചാബി ഭാഷയിലൊക്കെ പറയുന്നത്. ഞാൻ അങ്ങനെ ഇച്ചിരി ഉച്ചക്കത്തേക്ക് ചിക്കൻ കറി വെക്കാമെന്ന് വെച്ചു കേട്ടോ. ഞാനൊരു കിലോ ചിക്കനകത്തൊന്നും അല്ല, ഒരു 3-4 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് ഇച്ചിരി കറി വെക്കാമെന്ന് വെച്ചു. കാരണം അധികം ഇല്ല, കുറേ മുന്നേ മേടിച്ച് വെച്ച ഒരാഴ്ചയായി ഞാൻ ചിക്കൻ മേടിച്ച് വെച്ചിട്ട്. കാരണം ഇവിടെ മാസാവസാനം ആകുമ്പോൾ എല്ലാം പോക്കറ്റെല്ലാം കാലിയാവും. അപ്പോൾ കയ്യിലൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് എടുത്തത് 3-4 പീസൊക്കെ എടുത്തിട്ട് കറി വെക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം ഇവിടെ 2 ഡോഗ്സ് ഉണ്ട്, അവർക്കും കൂടി കൊടുക്കണം. അതുകൊണ്ട് 3-4 പീസ് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനകത്ത് നിന്ന് 2 പീസ് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കടവായിട്ട് എടുത്തിട്ടുണ്ട്. അതിനകത്താണ് ഞാൻ ഈ കറി വെക്കുന്നത്. ഞാനൊരു നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്ത്. ഉപ്പില്ലാത്ത ബട്ടറാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഈ ഒരു ബട്ടറിനകത്തേക്ക് സവാള ഒരു 2 മീഡിയം വലുപ്പത്തിലുള്ളത് ഇട്ട് കൊടുക്കണം. സവാളയൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കണം. പിന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 3-4 ഇറച്ചി കഷ്ണത്തിനുള്ളതാണ് തയ്യാറാക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇറച്ചി കഷ്ണം കൂടുതലായിട്ടുണ്ടെങ്കിൽ അളവ് കൂട്ടിയെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇവിടുത്തെ നോർത്ത് ഇന്ത്യക്കാരുണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള കറിയാണ് ഞാനും ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 3-4 എരിവിനനുസരിച്ചുള്ള വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം. ഇതിനകത്ത് കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാലയും മാത്രമാണ് നമ്മളിടുന്നത്. വേറുള്ള മഞ്ഞൾപ്പൊടിയും വേറെയുള്ള മല്ലിപ്പൊടിയും ഒന്നും ഇതിൽ ചേർക്കാറില്ല. അങ്ങനെ അതിലേക്ക് 2 കാഷ്നട്ടും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട്
നമ്മൾ പിന്നെ അരയ്ക്കാൻ നേരം ആകുമ്പോൾ തക്കാളിക്ക് ചേർത്ത് വെള്ളം ചേർക്കാറില്ല, പച്ച തക്കാളിക്ക് ചേർത്ത് അരച്ചെടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 3-4 ഇറച്ചി കഷ്ണം ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലിപ്പൊടിയും നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോ ആ ഒരു ക്ലിപ്പ് മിസ്സായിപ്പോയി കേട്ടോ. നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാൻ നമ്മൾ ഒരു പിടി നമ്മുടെ മാവ് ഉരുള എടുത്തിട്ട് അതൊന്ന് പരത്തിയതിന് ശേഷം നമ്മുടെ കിഴങ്ങിൻ്റെ ആ ഒരു സ്റ്റഫ് ഇതിലേക്ക് ചെറിയൊരു പീസ് വെച്ചിട്ട് പരത്തി എടുക്കണം. അങ്ങനെ ആലു പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്. ഞാൻ ചുടുന്ന സമയത്ത് നെയ്യ് ചേർത്തിട്ടാണ് ചുട്ടെടുത്തത് കേട്ടോ. ഇനി ഇത് കൂടെ കഴിക്കാനായിട്ട് ഇവിടെ എടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കറി വെച്ച ചിക്കൻ കറി ഉണ്ടല്ലോ അതിനകത്താണ് ഇവർ മുക്കി കഴിക്കുന്നത്. നേരത്തെ അവർക്ക് തൈര് വേണമെന്ന് പറഞ്ഞപ്പം മൂത്ത ആൾക്ക് തൈര് കൊടുക്കുക, ഇളയ ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. ആൾക്ക് പനിയാണ്, 120 ഡിഗ്രിയോളം ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് തൈര് ഉൽപ്പന്നങ്ങളോ അതായത് പാലുൽപ്പന്നങ്ങളൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇളയാൾക്ക് കൊടുക്കാതെ മൂത്താൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് വിഷമം വരില്ല. അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. അതിന് വരെ അവർക്ക് മുക്കി കഴിക്കാനായിട്ട് ഇറച്ചിക്കറിയാണ് കൊടുത്തത്. തക്കാളിക്കറി വെക്കാൻ നോക്കിയപ്പോൾ തക്കാളിക്ക് ഒട്ടുമില്ല. ആകെ ഉള്ള ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ആ ഇറച്ചിക്കറിക്കകത്ത് ചേർത്ത്. ഇവിടെ ചൂടെന്ന് പറയുന്നത് ഇപ്പം 41-42 ഡിഗ്രിയോളം ഭയങ്കര ചൂടാണ് ഇവിടെ. ചൂട് കാരണം എനിക്ക് തന്നെ സഹിക്കുന്നില്ല. നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. എല്ലാവർക്കും നല്ല ദിവസം.